ഭർതൃവീട്ടുകാർ വിവാഹനാൾ മുതൽ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് പെണ്ണിന്റെ സ്വർണം പെണ്ണിനുള്ളതാണ്. അവരതെന്ത് ചെയ്തെന്നോ എത്രയാണെന്നോ നോക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഇത്തരം പ്രവണതകളെല്ലാം നല്ലതാണ്, ബന്ധത്തിൽ അസ്വാരസ്യം ഉടലെടുക്കുന്നത് വരെ. ബന്ധം വഷളാകുന്നു എന്ന് കണ്ടാൽ ഭാര്യയും ഭാര്യ വീട്ടുകാരും ആദ്യം തിരയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റല്ല, മറിച്ച് സ്വർണത്തിന്റെ ബില്ലായിരിക്കും. പിന്നീട് കൊടുത്തതിനും വാങ്ങിയതിനുമെല്ലാം ഭർത്താവ് മാത്രമാണ് ഉത്തരവാദി. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഭർത്താക്കന്മാർ അറിഞ്ഞും അറിയാതെയും അകപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് പ്രത്യേകിച്ച് ആദ്യ നാളുകളിൽ ഭാര്യ സഹോദരിയുടെ വിവാഹത്തിനെന്ന നിലയിൽ, സഹോദരന്റെ വീട് പണിക്കെന്ന നിലയിൽ ഭാര്യ സ്നേഹത്തോടെ ചോദിക്കും, നമ്മുടെ കയ്യിലുള്ള സ്വർണം കുറച്ചു കൊടുത്തൊന്ന് സഹായിച്ചാൽ നല്ലതായിരുന്നു, ഒരു 5-10 പവൻ, പിന്നീട് അവരിങ്ങ് തിരിച്ചു തരും. സാധ്യതയുടെ മറ്റൊരു രീതി, പ്രോപ്പർട്ടിയുടെ പകുതി അവകാശം എൻ്റെ പേരിൽ എഴുതി വെച്ചാൽ എൻ്റെ സ്വർണം ലോക്കറിൽ വയ്ക്കാം, ഭാവിയിൽ മക്കൾക്കത് ഉപകരിക്കും. ഇവിടെ പ്രോപ്പർട്ടിയിൽ പകുതി അവകാശം ഭാര്യയ്ക്ക് ലഭിക്കും, കൂടാതെ ലോക്കറിൽ ഭാര്യ കൊണ്ടുവന്ന സ്വർണം സേഫായിരിക്കുകയും ചെയ്യും. ചില ഭർതൃവീട്ടുകാർ വിവാഹനാൾ മുതൽ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് പെണ്ണിന്റെ സ്വർണം പെണ്ണിനുള്ളതാണ്. അവരതെന്ത് ചെയ്തെന്നോ എത്രയാണെന്നോ നോക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഇത്തരം പ്രവണതകളെല്ലാം നല്ലതാണ്, ബന്ധത്തിൽ അസ്വാരസ്യം ഉടലെടുക്കുന്നത് വരെ. ബന്ധം വഷളാകുന്നു എന്ന് കണ്ടാൽ ഭാര്യയും ഭാര്യ വീട്ടുകാരും ആദ്യം തിരയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റല്ല, മറിച്ച് സ്വർണത്തിന്റെ ബില്ലായിരിക്കും. പിന്നീട് കൊടുത്തതിനും വാങ്ങിയതിനുമെല്ലാം ഭർത്താവ് മാത്രമാണ് ഉത്തരവാദി. വിഷയം കോടതിയിലെത്തിയാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി വരും. വിവാഹ സമയത്ത് അണിഞ്ഞുകൊണ്ടുവരുന്ന ആഭരണങ്ങളും ഭർത്താവ് അണിയിക്കുന്ന താലിമാലയുൾപ്പെടെയുള്ളവ ഭാര്യയുടേതാണെന്നും സ്നേഹമുള്ള നാളുകളിൽ മാത്രമാണ് സ്വർണത്തിന് കണക്കില്ലാത്തതായിട്ടുള്ളൂ എന്നും വ്യക്തമായി ബോധ്യമായിരിക്കണം. പ്രത്യേകിച്ച് വിവാഹമോചനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. വിവാഹ സമയത്ത് 4000-ഓ 5000-ഓ ആയിരുന്നു വില, ഇപ്പോൾ ലക്ഷങ്ങളാണ്. ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല. ഒന്നുകിൽ സ്വർണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വില. അതുകൊണ്ട് ജാഗ്രതയോടെ വേണം ഭാര്യയുടെ സ്വർണം കൈകാര്യം ചെയ്യാൻ. ക്രയവിക്രയങ്ങൾ രേഖാമൂലമാകുന്നത് പിന്നീട് ഗുണം ചെയ്യുന്നതാണ്. ഭാര്യ സ്വർണവുമായി ഭർത്താവിനെ വിട്ടുപോവുകയാണെങ്കിൽ നിയമപരമായ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. അവരുടേതല്ലേ, അവരത് കൊണ്ടുപോയതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ധരിച്ചിരിക്കരുത്. പ്രത്യേകിച്ച് കേസ് കൊടുക്കും, അകത്താക്കും തുടങ്ങിയ ഭീഷണിയുള്ള സാഹചര്യത്തിൽ. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.